ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കരശ്ശേരിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അതിലിവിടെ കുറച്ച് ചക്കക്കുരു, കടുക് വരച്ചത്, ഞങ്ങൾ ചുവന്ന കുരുത്തോലൊന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചക്ക കഴുകിയിട്ട് പാരയിടാം. ഇപ്പം ചക്ക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മതി. നല്ല എരിവുള്ള മുളകും പൊടിയാണ്, ഞങ്ങൾ 1 ടീസ്പൂൺ ഇടുന്നത്. ഇനി കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും. വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും. ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. അത് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് കാണാം. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് ചുവന്നുള്ളി, 5-10 ചുവന്നുള്ളി, ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ നല്ല ജീരകം, 2 മണി കുരുമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി, വെള്ളം കൂടണ്ട. ചക്കയൊക്കെ നന്നായി വെന്തി വന്നിട്ടുണ്ട്. അത് നന്നായി ഉടച്ച് നന്നായി ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചെടുത്തിട്ട് അത് നന്നായി ഉടച്ചെടുത്ത് നമുക്ക് അതിലേക്ക് പറഞ്ഞു. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അധികം വെള്ളത്തോടെ നിറയ്ക്കരുത്, നന്നായി അരയ്ക്കും ചെയ്യരുത്. ഒരു തരിപ്പായിട്ടുള്ള ഇതുപോലെ അരയ്ക്കണം. നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പം തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പാകാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കാം. അതിനൊരു അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് ചൂടാട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അത് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് കുറച്ച് തേങ്ങ, കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ചുവപ്പ് കളറാവുന്ന വരെ വറുത്ത് എടുക്കട്ടെ. ഞെട്ടിക്കട്ടെ. തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ.
തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കരശ്ശേരി തയ്യാറായി. നിങ്ങൾ ചക്കരശ്ശേരി ശരിയായിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല രസമുള്ള ചക്കരശ്ശേരിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.